ഇന്ന് നോമ്പിൻ്റെ 8-ാം ദിവസം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നതായി നാം വായിക്കുന്നുണ്ട്. ഈ വേദഭാഗം ആദ്യം മുതൽ വായിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ മനസ്സിലാക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ ചിത്രം നാം കാണുന്നു. ക്രിസ്തു കുഷ്ഠരോഗിയോട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാക്കാം. ഒരുപക്ഷെ ഈ കാലഘട്ടം അത്രയും ഒരു കുഷ്ഠരോഗിയായി ജീവിച്ചിട്ട് അവനെ തൊടുവാൻ ആഗ്രഹിക്കുന്ന, അവൻ്റെ അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്ന ആരെയും അവൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തപ്പെട്ടപ്പോഴും ക്രിസ്തു അവൻ്റെ അടുക്കലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ അവനുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ്റെ ഉള്ള അറിയുന്നവനായ ക്രിസ്തു അവനോട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാക്കുക. അശുദ്ധിയിലായിരിക്കുന്ന ഒരു കുഷ്ഠരോഗി, എന്നാൽ അവൻ്റെ അശുദ്ധി അവൻ്റെ ശരീരത്തിന് പുറത്താണ്. ഇന്ന് ഉള്ളം അശുദ്ധമായ അനേകം ആളുകളുടെ ഇടയിലാണ് നാം എല്ലാം ജീവിക്കുന്നത്. മാർ ക്രിസ്റ്റോസ്റ്റം മെത്രാപ്പോലിത്ത ഒരിക്കൽ പറയുകയുണ്ടായി, ഇങ്ങനെയൊരു സാഹചര്യം എനിക്കുണ്ടാവുകയാണ് എങ്കിൽ ഞാൻ ആദ്യം സൗഖ്യപ്പെടുത്തും, എന്നിട്ടേ അവനെ തൊടുകയുള്ളൂ എന്ന്. എന്നാൽ ക്രിസ്തു പറയുന്നു, തൊട്ട് സൗഖ്യപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഈ നോമ്പിൽ നമ്മളിൽ നിന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നു ഇത് തന്നെയാണ്. ആരും കാണാൻ ആഗ്രഹിക്കാത്ത, ആരും അടുത്തു വരുവാൻ ആഗ്രഹിക്കാത്ത, രോഗങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കഴിയുന്ന ആളുകളെ ചെന്ന് കാണുവാനും അവരോടൊത്തൊന്ന് ചേർന്നിരിക്കുവാനും ഈ നോമ്പിൽ നമുക്ക് സാധിക്കട്ടെ.